ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ല, ചിക്കനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ ഒന്ന് കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അതേ സൈസ് തന്നെ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം, ഇല്ലെങ്കിൽ കളറും ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കോഴിമുട്ടയുടെ വെള്ളം ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് മുഴുവനായിട്ട് വേണ്ട കേട്ടോ, മഞ്ഞൻ്റെ ആവശ്യമില്ല, മുട്ടയുടെ ആ ഒരു വെള്ളം മാത്രം മതി. അപ്പോൾ ഞാൻ വെള്ളം മാത്രം എടുത്തിട്ട് മഞ്ഞ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഫ്ലോറിൻ്റെ കൂടെ മൈദൻ്റെ ആവശ്യമില്ല കേട്ടോ, കോൺഫ്ലോർ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കൊന്നും മസാല ശരിക്കാവില്ല കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ ആവും. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല ഇട്ടന്നെ നല്ല മസാല പിടിക്കൂട്ടാ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യും ഓയിലും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് ചെയ്യാം. അപ്പോൾ ഓയിൽ കുറച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതാവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഉള്ളി ഒന്ന് പൊരിച്ചിട്ട് കോരി മാറ്റുക. ഇനി അതേ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മുട്ടയുടെ വെള്ള കോൺഫ്ലോർ ഒന്നും ചേർക്കാണ്ട് മസാല തേച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിയിൽ. അപ്പോൾ ബിരിയാണി മസാലയും കൂടെ ഇത് ചേരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ചിക്കൻ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ 2 ഭാഗം നല്ല പോലെ തന്നെ മൊരിഞ്ഞിട്ട് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചതിന് കാരണം അതിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഓയിലിൽ നിന്ന് കുറച്ച് വേറെ എടുത്ത് വെക്കാം കേട്ടോ. ഇത് മുഴുവൻ നമുക്ക് മസാലയിലേക്ക് ആവശ്യമില്ല. ഇനി നമ്മളത് കുറച്ച് ഓയിലൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ 1 ടേബിൾ സ്പൂൺ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മസാലയിലും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അധികം വലിപ്പമില്ലാത്ത 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വഴന്ന് കിട്ടും. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർക്കണില്ല കേട്ടോ, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2.5 ടീസ്പൂണാണ് ബിരിയാണി മസാല ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടീസ്പൂൺ മസാലയിലേക്കും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയില പുതിനയിലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മല്ലിയില പുതിനയിലൊക്കെ ഞാനൊരു കൈപ്പിടിക്കാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഗ്രേവിയിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ടിട്ട് ദം ചെയ്യാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ അരി തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ച്ചോറാക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ചോറിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് സാധാരണ ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച്
ഉള്ളി ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, കുറച്ച് ഗരം മസാല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുഴുവനായിട്ടും ചോറ് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നെയ്യിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൽ ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം നമ്മളിത് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ദം ചെയ്യാനായിട്ടിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചോറ് വിളമ്പിയെടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഒരുപാട് കാണിച്ചിട്ടുണ്ട്, ഒരുപാട് ബിരിയാണി റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 30ഓളം ബിരിയാണി റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ആക്കാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.